ഒരു അടിപൊളി ഗാർലിക് ചട്നി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ, വാ കാണിച്ചു തരാം. ഗാർലിക് ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പിടി ഗാർലിക്കാണ്, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി എടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ വറ്റൽമുളക്. കാന്താരി ഇല്ലാത്തവർക്ക് വറ്റൽമുളക് എടുക്കുക. ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഒരു ലേശം തേങ്ങ കൊത്താണ്. പിന്നെ കുറച്ച് എള്ളെണ്ണ. ഇതെല്ലാം വെച്ചിട്ടാണ് ഗാർലിക് ചട്നി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത്, ദോശക്കായാലും ഇഡ്ഡലിക്കായാലും. ഞാൻ 1.5 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗാർലിക്ക് ഇടുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണേ. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ഇടുന്നവർ വറ്റൽമുളക് ഈ സമയത്ത് ഇട്ടോ, എരിവുള്ളത്. ഇനി നമുക്ക് തക്കാളി ഇടുന്നുണ്ട്, പിന്നെ ഒരു കറിവേപ്പിലയും. ഇത് വെളുത്തുള്ളി നല്ലതാ ഗോൾഡൻ കളർ പോലെ ആവണേ, അന്നേരത്താണ് തക്കാളി ഇടേണ്ടത്. പിന്നെ ഒരു ലേശം തേങ്ങാക്കൊത്ത്, ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, കുറച്ചിടുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ കാന്താരിയാണ് ഇടുന്നത്. അധികം എരിവൊന്നുമില്ല, പിന്നെ എരിവുള്ള കാന്താരി ഉണ്ടെങ്കിൽ അവരങ്ങനെ ഇട്ടോ, അങ്ങനെ പറയണ്ട. ഇത് നമ്മൾ ഒരു 3/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഇത് കളറിന് വേണ്ടി ഇടുന്നതാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും. നമുക്കിത് തണുത്തിട്ടാകുമ്പം മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കുക. ഗാർലിക് ചട്നി റെഡിയായേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അത് പിന്നെ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കൂട്ടും. ആ വഴറ്റിയ എണ്ണയിൽ തന്നെ ഞാൻ 3/4 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. ഇതിൽ തന്നെയാണ് കറിവേപ്പില, ഒരു ഉണക്കമുളക്.